മാതൃഭൂമി ന്യൂസ് ബിഗ് ഇമ്പാക്ട്. ശബരിമലയിലെ സ്വർണ്ണ കൊള്ളയ്ക്കിൽ നിർണായകമായ ഇടപെടലുമായി ഹൈക്കോടതി. കേസെടുത്ത് അന്വേഷണം നടത്താൻ കോടതി ഉത്തരവിട്ടു. പ്രത്യേക അന്വേഷണ സംഘം കോടതിയുടെ മേൽനോട്ടത്തിലാകും പ്രവർത്തിക്കുക. 6 ആഴ്ചയ്ക്കകം അന്വേഷണം പൂർത്തിയാക്കണം. ശബരിമലയിലും മാളികപ്പുറത്തും കോടതി അനുമതി കൂടാതെ അറ്റകുറ്റപ്പണി പാടില്ലെന്ന നിർദ്ദേശവും കോടതി നൽകിയിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ട വാർത്ത ശരിവയ്ക്കുന്നതായിരുന്നു ഹൈക്കോടതിയിൽ വിജിലൻസ് സമർപ്പിച്ച ആ റിപ്പോർട്ടും. വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ ആദ്യം തേടാം. എസ് രാഗിൻ നമ്മോടൊപ്പം ചേരുന്നു കോടതിയുടെ വിശദാംശങ്ങളുമായി. കോടതിയിൽ രാഗിൻ, മാതൃഭൂമി ന്യൂസിനെ സംബന്ധിച്ചോളം ഒരുപക്ഷെ എടുത്തു പറയേണ്ട ഒരു ദിവസമാണിന്ന്. നമ്മൾ കൊടുത്ത ഓരോ ദിവസവും കൊടുത്ത ആധികാരികമായ റിപ്പോർട്ടുകൾ, അതിൽ മുൻനിർത്തി ദേവസ്വം വിജിലൻസ് നടത്തിയ പരിശോധനകൾ, നമ്മുടേതടക്കം ദൃശ്യങ്ങൾ ശേഖരിച്ചുകൊണ്ടും തെളിവായി ശേഖരിച്ചുകൊണ്ടും പത്രക്കട്ടിംഗ് ഉൾപ്പെടെ നമ്മൾ പുറത്തേക്ക് വിട്ട തെളിവുകൾ ആധികാരികമായി പരിശോധിച്ച ശേഷമാണ് വിജിലൻസ് റിപ്പോർട്ട് കൊടുക്കുന്നത്. അതിന്മേൽ വളരെ നിർണായകമായ ആഴത്തിലുള്ള പരിശോധനയിലും കണ്ടെത്തലേക്കുമാണ് കോടതി പോയത്. അങ്ങനെയെങ്കിൽ ഇനിയുള്ള ദിവസങ്ങൾ ഈ അന്വേഷണത്തിന്റെ ദിശ എങ്ങോട്ടായിരിക്കും പോവുക? രാഗിൻ. മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ട വാർത്തകൾ, അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ, ഇതൊക്കെ തന്നെയായിരുന്നു ദേവസ്വം വിജിലൻസ് നടത്തിയ പരിശോധനയിലും അല്ലെങ്കിൽ അവർ നടത്തിയ കാര്യങ്ങളിലും വ്യക്തമായത്. ആ അന്തിമ റിപ്പോർട്ട് ഹൈക്കോടതിയുടെ മുന്നിലേക്ക് വരുന്നു. ആ റിപ്പോർട്ടിൽ പിടിച്ചുകൊണ്ട് കോടതി ശക്തമായ ഇടപെടൽ നടത്തുന്നു. അങ്ങനെ ഒരു ഇടക്കാല ഉത്തരവ് കാര്യങ്ങൾ എത്തുന്നു. അതായത് SIT-യോട് വിപുലപ്പെടുത്തിക്കൊണ്ട് വിശദമായിട്ടുള്ളൊരു അന്വേഷണത്തിന് കേസെടുത്ത് അന്വേഷിക്കാനാണ് ഇപ്പോൾ കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. അതിൽ 6 ആഴ്ചയ്ക്കകം അന്വേഷണ റിപ്പോർട്ട് തരണം എന്നതാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 2 ആഴ്ച കൂടുമ്പോൾ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കോടതിക്ക് സമർപ്പിക്കണം. കോടതി അത് പരിശോധിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾ, അതായത് ഉദ്യോഗസ്ഥർ ബാധ്യതപ്പെടുന്നത് ഹൈക്കോടതിയോട് മാത്രമാണ്, ദേവസ്വം ബെഞ്ചിനോട് മാത്രമാണ് എന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അതിൽ മാനങ്ങൾ ഒരുപാടുണ്ട്. ഒരുപാട് വിഷയങ്ങളടക്കം ഉൾപ്പെട്ട കേസാണിത്. മാത്രമല്ല രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ, അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ ഇടപെടലുകൾ, ഇത്തരം വിഷയങ്ങളടക്കം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഈ അന്വേഷണം കൃത്യമായി നടത്തി, നിഷ്പക്ഷമായി നടത്തി കോടതിയോട് റിപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ മേലധികാരി അല്ലെങ്കിൽ നിങ്ങളുടെ സുപ്പീരിയർ ഓഫീസർ തങ്ങളായിരിക്കുമെന്ന് പറയാതെ പറയുകയാണ് കോടതി ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ആ നിലയിലാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. മാത്രമല്ല ദേവസ്വത്തിന്റെ കയ്യിലുള്ള ഇത്തരത്തിലുള്ള രേഖകളും മറ്റു കാര്യങ്ങളൊക്കെ സേഫ് കസ്റ്റഡി എന്ന രീതിയിൽ നിൽക്കുന്ന രേഖകൾ ഹൈക്കോടതിക്ക് നൽകുക എന്നതടക്കമുള്ള കാര്യങ്ങളും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അങ്ങനെ വിപുലമായിട്ടുള്ളൊരു അന്വേഷണത്തിനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. FIR-കൾ പ്രത്യേകം ഇടണമെങ്കിൽ അത്തരത്തിൽ FIR-കൾ ഇടാം. അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കണം. എന്തായാലും സംസ്ഥാന പോലീസ് മേധാവിയെ അടക്കം കക്ഷിയേർത്തു. ഉടൻ തന്നെ FIR ഇട്ട അന്വേഷണവുമായി മുന്നോട്ട് പോകാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഈ 2019 നടന്ന സംഭവവികാസങ്ങൾ, അതുൾപ്പെടെയുള്ള കാര്യങ്ങളും കോടതി എടുത്ത് പറയുന്നുണ്ട്. പ്രത്യേകിച്ചും ദേവസ്വം കമ്മീഷണറുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ വസ്തുവകകൾ നൽകുന്നു. പ്രത്യേകിച്ചും സ്വർണ്ണപ്പാളി മാത്രമല്ല, സ്വർണ്ണപ്പാളിക്കൊപ്പം തന്നെ അല്ലെങ്കിൽ അതിനു മുൻപ് തന്നെ ഈ അവിടെയുള്ള വാതിൽ പടികൾ ഉൾപ്പെടെയുള്ള വസ്തുക്കൾ, ചില വസ്തുക്കൾ കൂടി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകുകയാണ്. അതിൽ സ്വർണം എന്നുള്ളിടത്ത് എഴുതുന്നത് ചെമ്പെന്നാണ്. അത് ദുരൂഹവും അതീവ ഗുരുതരവുമാണ് എന്നാണ് കോടതി വ്യക്തമാക്കിയത്. ഇങ്ങനെ കൊണ്ടുപോയിട്ടുള്ള വസ്തുക്കളിൽ പലതും ഈ പറയുന്ന സ്മാർട്ട് ക്രിയേഷൻസിലെത്തി അവിടെ വെച്ച് സ്വർണം വേർതിരിച്ചു എന്നതാണ് വ്യക്തമാകുന്നത്. അങ്ങനെ വേർതിരിച്ച് കവർച്ച നടത്തി എന്ന ആംഗിളിലാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. അങ്ങനെ വേർതിരിക്കുമ്പോൾ അതിലെ 475 ഗ്രാമോളം വരുന്ന സ്വർണം, ആ സ്വർണമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിലേക്ക് എത്തിയിരിക്കുന്നത്. അതിലാണ് ഇപ്പോൾ ഒരു ക്രമക്കേട് അല്ലെങ്കിൽ അത്തരം വിഷയങ്ങളിലേക്ക് ചൂണ്ടുന്ന കാര്യങ്ങൾ ഉള്ളത്. ഇതുൾപ്പെടെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഇത്തരം ചില നിർദ്ദേശങ്ങൾ കൂടി കോടതി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. എന്തായാലും നാളെ, അടുത്ത ദിവസം ജസ്റ്റിസ് KT ശങ്കരൻ. ശരി, രാഗിനാണ് വളരെ പ്രധാനപ്പെട്ട വാർത്ത ഈ ദിവസം ഡെവലപ്പ് ചെയ്യുന്ന വാർത്തയുടെ വിശദാംശങ്ങൾ ശബരിമലയിലെ സ്വർണ്ണ കള്ളക്കളിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഈ വാർത്ത മാതൃഭൂമി ന്യൂസ് പുറത്തേക്ക് വിട്ട് കഴിഞ്ഞ മാസം മുതലാണ് നമ്മൾ ഈ വാർത്ത ഓരോന്നായി പുറത്തേക്ക് വിടുന്നത്. അതിന് ഏകോപനം നടത്തിയ ഞങ്ങളുടെ തിരുവനന്തപുരത്തെ മാധ്യമപ്രവർത്തകർ അനന്തകൃഷ്ണനും ഒപ്പം തന്നെ പ്രശാന്ത് കൃഷ്ണ, ദേവസ്വം ബീറ്റ് കൈകാര്യം ചെയ്യുന്ന രണ്ടുപേരും എനിക്കൊപ്പം ചേരുകയാണ്. പ്രശാന്ത് ഒപ്പം അനന്തൻ, നമ്മളെ സംബന്ധിച്ചോളം ഏറ്റവും കൂടുതൽ ആധികാരികമായി കൊടുത്ത റിപ്പോർട്ടുകൾ, അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഒരു ചാരിതാർത്ഥ്യം നമുക്കുണ്ട്. കാരണം ഒരു വാർത്ത അത് സംഭവിക്കുകയും ആ വാർത്തയ്ക്ക് ഒരു മികച്ച ഇമ്പാക്റ്റ്, അത് ചെറുതല്ലാത്തൊരു ഇമ്പാക്റ്റ് ഉണ്ടാവുകയും ചെയ്യുമ്പോൾ തീർച്ചയായും അതിൻ്റെ ഒരു പരിശോധനയിലേക്ക് പോയി കഴിഞ്ഞാൽ, കാരണം ഇത് ഒരു കൊടും കൊള്ളയാണെന്ന് വ്യക്തമാകുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ ആ വഴിയിലേക്ക് വരാൻ ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു ദേവസ്വം ബോർഡിൻ്റെ ആധികാരികമായ രേഖയിൽ പോലും ഇതൊരു ചെമ്പ് പാളിയാണെന്ന് രേഖപ്പെടുത്തിയ ഒരു സംഭവമാണ്. ആ സംഭവത്തിൻ്റെ നിർണായക ഒരു ഗതിമാറ്റത്തിലേക്ക് ചലിക്കുമ്പോൾ നമ്മൾ കൊടുത്ത ഓരോ വാർത്തയും സസൂക്ഷ്മം പരിശോധിക്കുകയും അതിന് അനുബന്ധമായിട്ടുള്ള
ഉറപ്പാക്കാനുള്ള ആധികാരികമായ തെളിവുകൾ കൂടി ശേഖരിച്ചാണ് നമ്മൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് വെച്ചത്. അപ്പോൾ ഏതൊക്കെ നമ്മുടെ റിപ്പോർട്ടുകളാണ് ഈ സംഭവത്തിൽ ഈ വഴിത്തിരിവ്, ഈ ഹൈക്കോടതിയുടെ നിർണായക ഈ ചുവടുവയ്പ്പിലേക്ക് വഴിത്തിരിവായി മാറിയത്? അതിന്റെ വസ്തുതകൾ, ഡീറ്റെയിൽസ് ഒരിക്കൽ കൂടി പരാമർശിച്ചാൽ. പ്രജീഷ്, ഇതിപ്പം സ്വർണ്ണക്കൊള്ളയാണെന്നുള്ളത് എല്ലാവർക്കും വ്യക്തമായി. അപ്പോൾ 2019 ഇവർ ചെയ്തത് അവിടെ ഇരുന്ന സ്വർണം പാളി ചെമ്പാന്ന് പറഞ്ഞ് വരുത്തി അത് കൊണ്ടുപോയി വിൽക്കാനോ അല്ലെങ്കിൽ ഉരുക്കി സ്വർണ്ണം എടുക്കാനോ ഒക്കെയാണ് അവർ ശ്രമിച്ചത്. അങ്ങനെയാണ് നടന്നിരിക്കുന്നതെന്നാണ് ഇപ്പോൾ വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. ഏതായാലും 2019 ഇവർ ചെമ്പാണ് എന്ന് പറഞ്ഞ് ഈ സ്വർണം കടത്താൻ അവർക്ക് നൽകിയ ധൈര്യം എന്താണെന്നറിയോ? വിജയ് മല്യ സ്വർണം പൊതിഞ്ഞതായിട്ട് വലിയ രേഖകളൊന്നും ദേവസ്വം ബോർഡിൻ്റെ പക്കലില്ലായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ആകെ രേഖ അല്ലെങ്കിൽ അവിടെ നാട്ടുകാരുടെയൊക്കെ വിചാരം ദേവസ്വം ബോർഡ് പ്രചരിപ്പിച്ചിരുന്നതും മേൽക്കൂര മാത്രം സ്വർണം പൊതിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അത് അങ്ങനെയല്ല. മേൽക്കൂര ശബരിമല ശ്രീകോവിലിൻ്റെ മേൽക്കൂര് മാത്രമല്ല 98-ലും 99-ലും പൊതിഞ്ഞത്. അവിടുത്തെ ദ്വാരപാലക ശില്പങ്ങളടക്കം പല കാര്യങ്ങളിലും സ്വർണം പൊതിഞ്ഞിരുന്നു എന്ന് മാതൃഭൂമി ന്യൂസാണ് തെളിയിച്ചു കൊടുത്തത്. ഇത് 98 സെപ്റ്റംബർ 4 മാതൃഭൂമി പ്രസിദ്ധീകരിച്ച പത്രമാണ്. ആ പത്രത്തിൻ്റെ വലിയൊരു ഫോട്ടോ ഉണ്ട് 1-ാം പേജിൽ. അതിൽ ആ ഫോട്ടോ എന്ന് പറയുന്നത് തങ്ക ശ്രീകോവിലിൻ്റെ മേൽക്കൂരയുടെ ഫോട്ടോയാണ്. അതിൽ ക്യാപ്ഷൻ കണ്ടോ? തങ്കപ്രഭയോടെ സ്വർണം പൊതിയൽ പൂർത്തിയായ ശബരിമല ശ്രീകോവിൽ. സ്വർണം പൊതിയൽ പൂർത്തിയാക്കിയ ശ്രീകോവിൽ പത്രത്തിൽ. പിന്നീട് ഇവിടെ ഏതൊക്കെ ശില്പങ്ങളിലാണ് സ്വർണം പൊതിഞ്ഞതെന്നുള്ള രേഖയുണ്ട്. അതിൽ 2 ദ്വാരപാലകന്മാർ എന്ന് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അതായത് ഈ ഒരു രേഖ ഇല്ലായിരുന്നെങ്കിൽ ചിത്രം ഉറപ്പായിട്ടും ചെമ്പ് ഞങ്ങൾ കൊണ്ടുപോയി സ്വർണം പൂശിയിട്ട് തിരിച്ചു കൊണ്ടുവന്നു. പിന്നെ കൊണ്ടുപോയപ്പോൾ ഒരു സാങ്കേതികമായ എറർ സംഭവിച്ചു എന്ന് വരുത്തുമായിരുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിപ്പോൾ വിജിലൻസിന്റെ എക്സിബിറ്റ് ആണ്. ഇത് നമ്മുടെ കയ്യിൽ നിന്ന് അന്ന് ഈ വിജിലൻസ് നമ്മൾ പുറത്തേക്ക് വിട്ട ഈ പത്ര റിപ്പോർട്ട് അടക്കം തേടി ഇതും കൂടെ ചേർത്താണ് അവരിപ്പോൾ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. കാരണം ഇവർ ഈ വാർത്ത നമ്മൾ കൊടുക്കുമ്പോൾ ഉടനെ തന്നെ നമ്മളെ ബന്ധപ്പെടുകയും ഈ വാർത്ത ചോദിക്കുകയും ഇതിന്റെ പ്രിന്റ് നമ്മൾ അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെയാണ് അവർക്കും അതൊരു മനസ്സിലാവുന്നത്. ദ്വാരപാലക ശില്പങ്ങൾ ഉണ്ടായിരുന്നത് തങ്കത്തകിടായിരുന്നു. അതാണ് ഇവര് ആ ചെമ്പ് എന്നുള്ള ഒരു രേഖയുണ്ടാക്കി അടിച്ചോണ്ട് പോകാൻ നോക്കിയെന്നുള്ള. ഏതായാലും ഇത് ഭക്തർക്ക് ആശ്വസിക്കാം. തീർച്ചയായും നമുക്ക് ഇതിന്റെ പ്രധാനപ്പെട്ട കുറച്ച് കണ്ടെത്തലുകൾ കൂടി നമുക്ക് ബെൻക്യുവിന്റെ സഹായത്തോടെ നമുക്ക് പ്രശാന്ത്, ഇവിടെ ഈ ഒരു സവിശേഷമായി ഈ അന്വേഷണത്തിലെ ഹൈക്കോടതി കൂടി മോണിറ്ററിംഗ് വരുമ്പോൾ നമുക്ക് ഏറ്റവും തൃപ്തികരമായ ഒരു റിസൾട്ടിലേക്ക് പോകുമെന്ന് സംശയമില്ലാതെ പറയാൻ കഴിയുമോ? കാരണം ഇന്ന് കോടതി എത്രത്തോളം അറ്റൻഷൻ നമ്മൾ അടക്കം പുറത്തേക്ക് കൊണ്ടുവന്ന തെളിവുകൾക്ക് അതിന് പിന്നാലെ വിജിലൻസ് നൽകിയ ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിന് അത്രമേൽ അറ്റൻഷൻ നൽകിയിട്ടുണ്ടോ പ്രശാന്ത്? അതെ, ഇത് സ്വർണം ചെമ്പാക്കാൻ വേണ്ടിയിട്ട് വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം അനന്തം പറഞ്ഞ പോലെ നമ്മൾ ഈ 98 രേഖയിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ്? ഇവർ ചെമ്പ് പാളി എന്ന് വളരെ വ്യക്തതയോടെ ഉറപ്പോടെ എഴുതി വെച്ചിരിക്കുകയാണ്. ചെമ്പുപാളി സ്വർണം പൂച്ചൻ, വേറെ അല്ലെങ്കിൽ പിന്നെ സ്വർണം പൂച്ചി ചെമ്പുപാളി എന്ന് എഴുതണമായിരുന്നു. അത് മാത്രമല്ല, അപ്പോൾ അവിടെയാണ് നമ്മുടെ സംശയം ബലപ്പെടുന്നു. നമ്മുടെ ആർക്കീവ്സ് എല്ലാം പരതുമ്പോൾ ഇത് സ്വർണം തന്നെയാണ്. അവിടെ ദേവസ്വം ബോർഡ് മാത്രമേ ഉള്ളൂ തർക്കം, അങ്ങനെ ഒരു ഉറപ്പുള്ളൂ ഇത് ചെമ്പാണെന്നുള്ളത്. അതിനുശേഷം പിന്നീട് ഇത് തിരിച്ചു കൊണ്ടുവന്നിട്ടുള്ള മഹസറിലെല്ലാം തന്നെ ഇത് ചെമ്പാക്കാൻ വേണ്ടിയുള്ള പ്രത്യേക ബോധപൂർവമായ ശ്രമം. അതായത് 2019 ഈ ദേവസ്വം ബോർഡിന്റെ ഉത്തരവ്, അതിന് പിന്നാലെ വരുന്ന ആ മഹസർ, സാധാരണ മഹസറിൽ പോലും രേഖപ്പെടുത്തുകയാണ്. അതിനുശേഷം വരുന്ന ആ സമയത്ത് ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഒടുവിൽ സമ്മതിക്കുകയാണ്. പിന്നീട് അത് പോട്ടെ, അതിനു മുൻപേ തന്നെ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും പറയുകയാണ്. എല്ലാവരും പറയും. ഇതിനകത്ത് ഏറ്റവും രസകരമായ കാര്യം 2019 ചെമ്പെന്നൊക്കെ എഴുതി പോട്ടെ. 2019 ഈ ആശാമാര് ചെമ്പെന്ന് എഴുതി കൊണ്ടുപോയി സ്വർണം പൂശി തിരിച്ചു കൊണ്ടുവച്ച കവചം ഉണ്ടല്ലോ, ഇത് 2025 എടുത്തോണ്ട് പോയില്ലേ? അതിന്റെ കത്തറപാട് തുടങ്ങുന്നത് 2024 ആ 2024 മുരാരി ബാബു സ്മാർട്ട് ക്രിയേഷൻസ് തിരിച്ചയച്ചേക്കുന്ന കത്ത്, ഇമെയിൽ അല്ല, കത്ത്, സമ്മതപത്രമൊക്കെ ഉണ്ട്. അത് നമ്മൾ കഴിഞ്ഞ ദിവസം പുറത്തു വിട്ടത്, അതിലും ചെമ്പെന്നാണ്. അപ്പൊ യുവമാരെ എന്താ പൂശിയത്? സ്വർണം പൂശിയിട്ടില്ലേ? അപ്പൊ അതിനകത്തും സ്വർണം പൂശിയ ചെമ്പെന്ന് എഴുതണ്ടേ? ചെമ്പാക്കാൻ വേണ്ടിയുള്ള മോശമുള്ള പരിപാടിയാണ്. നമുക്ക് ആ കോടതിയുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ അല്ലെങ്കിൽ കോടതി പറഞ്ഞ കോടതി ഇന്ന് പ്രത്യേകം ഈ മഹസറിന്റെ കാര്യമെല്ലാം പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. കാരണം ഓരോ ഘട്ടത്തിലും ഇത് ചെമ്പാക്കാൻ നടത്തിയ ശ്രമം. അതായത് ഓരോ ഘട്ടത്തിലും ഇവർക്ക് ചെമ്പിനോട് ഇത് ഇത്ര പ്രിയം എന്നാണ്. തീർച്ചയായും നമ്മുടെ പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തലുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ പോയിന്റുകളിലേക്ക്, തുടക്കം മുതലുള്ള പോയിന്റുകളിലേക്ക് നമുക്ക് പോകണം. കോടതി ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിർദ്ദേശിച്ചിട്ടുണ്ട്. കാരണം കൃത്യമായി കോടതിയുടെ ഒരു ചട്ടക്കൂടിൽ നിന്നുകൊണ്ടാണ് അങ്ങനെ ഒരു അന്വേഷണം ആദ്യമായിട്ടായിരിക്കും നടക്കുന്നത്. ഹൈക്കോടതിയുടെ പ്രധാനപ്പെട്ട ഇടപെടൽ ഇവിടെ തൊട്ടാണ്. ഹൈക്കോടതിയുടെ അനന്തരം അത് വിശദീകരിച്ചാൽ നമുക്ക് ഓരോ പോയിന്റ് ഒരു പക്ഷേ പോയിക്കഴിഞ്ഞാൽ ശബരിമല സന്നിധാനത്തിലെ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇടക്കാല റിപ്പോർട്ട് വിജിലൻസ് സമർപ്പിച്ച ഉടനെ തന്നെ കോടതി ചെയ്തത് എന്താണെന്നറിയോ? അതൊരു കോടതി ആദ്യമേ ചെയ്തത്
കോടതി തന്നെ കുറച്ച് ഉദ്യോഗസ്ഥർ കോടതിക്ക് സത്യസന്ധരെന്ന് ബോധ്യപ്പെട്ട കുറച്ച് ഉദ്യോഗസ്ഥരുടെ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് സർക്കാർ സമർപ്പിക്കുകയാണ് ചെയ്തത്. ഇവരെ ചേർത്തൊരു സ്പെഷ്യൽ ടീമിനെ SIT രൂപീകരിക്കണം എന്നുള്ള നിർദ്ദേശം കൊടുത്തു. ഇപ്പോൾ ഇന്ന് അതിനൊപ്പം തന്നെ അന്വേഷണം 6 ആഴ്ചയ്ക്കുള്ളിൽ പൂർത്തിയാക്കണമെന്ന് അന്ന് നിർദ്ദേശിച്ചിരുന്നു. അപ്പോൾ ഇന്ന് കോടതിയിൽ വിജിലൻസിന്റെ സമ്പൂർണ്ണ റിപ്പോർട്ടാണ് വന്നത്. ആ സമ്പൂർണ്ണ റിപ്പോർട്ടിൽ അവർ വളരെ ഭീതിജനകമായ കാര്യങ്ങളാണ് എഴുതി വെച്ചിരിക്കുന്നത്. കാരണം ടീമിൽ ദേവസ്വം വിജിലൻസിന്റെ അത് ഇന്ന് നടന്ന സംഭവം. അപ്പോൾ ഇന്ന് കുറച്ചുകൂടെ ഗൗരവമായി സമ്പൂർണ്ണ റിപ്പോർട്ട് വന്നപ്പോൾ സ്വർണ്ണക്കൊള്ള ഉണ്ട് എന്നുള്ള കാര്യം വ്യക്തമായി. അപ്പോൾ കോടതി ഇന്ന് ഈ വിജിലൻസിന്റെ SP കേട്ട ശേഷം, അതുപോലെ തന്നെ നിലവിൽ IO ആയിട്ട് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായിട്ട് വെച്ചിരിക്കുന്നത് SP ശശിധരനെയാണ്. അപ്പോൾ ശശിധരൻ ഹൈക്കോടതിയോട് കൂടുതൽ ഉദ്യോഗസ്ഥരെ വേണമെന്ന് ആവശ്യപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ SP ബിജോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2019 ദേവസ്വം വിജിലൻസ് SP ആണ് SP ബിജോയ്. അപ്പോൾ അദ്ദേഹം ഈ കൊള്ള നടക്കുമ്പോൾ അദ്ദേഹം ഉണ്ട് അവിടെ. നമ്മൾ ഇന്നലെ അതാണ് വാർത്ത കൊടുത്തത്. ഈ SP ബിജോയോ വിജിലൻസ് അദ്ദേഹത്തിന്റെ കീഴിലുള്ള വിജിലൻസോ അറിയാതെയാണ് ഈ കവചങ്ങൾ ഊരിക്കൊണ്ടുപോയത്. അതായത് ഈ കവചങ്ങൾ എടുക്കുമ്പോൾ എതിർക്കപ്പെടാൻ സാധ്യതയുള്ള എല്ലാവരെയും അവർ ഒഴിവാക്കി. മികച്ച ടീമിനെ തന്നെ കോടതി നിയോഗിച്ചിരിക്കുന്നു. അമിക്കസ് ക്യൂറിയെ നിയോഗിച്ചിരിക്കുന്നു. ജസ്റ്റിസ് KT ശങ്കരൻ. അദ്ദേഹം സന്നിധാനത്ത് പോവുകയാണ്. അപ്പോൾ സന്നിധാനത്ത് പോകുമ്പം സാധാരണഗതിയിലാണെങ്കിൽ അത് ഹൈക്കോടതിക്ക് അറിയാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിലെനിക്ക് കൗതുകമായിട്ട് തോന്നി. കാരണം ഈ ഒരു ബഹളം നിൽക്കുന്നത് കൊണ്ട് ഇപ്പോൾ സന്നിധാനത്ത് സീസണും അല്ല, അല്ലെങ്കിൽ നട തുറന്ന സമയമല്ല. അപ്പോൾ അമിക്കസ് ക്യൂറി പോകുമ്പോൾ സ്വാഭാവികമായിട്ടും മാധ്യമങ്ങൾ ചെല്ലുമ്പോൾ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ദേവസ്വം ബോർഡ് അതിന് തടയിടാനുള്ള സാധ്യതയുണ്ട്. പോലീസും തടയിടാനുള്ള സാധ്യത വളരെ സസൂക്ഷ്മം കോടതി നിരീക്ഷിച്ചിരിക്കുന്നു. സാധാരണ അതായത് മാധ്യമപ്രവർത്തകരെ അടക്കം കോടതിയിലേക്ക് കൊണ്ടുപോകാം, സന്നിധാനത്തേക്ക് കൊണ്ടുപോകാം എന്ന് പറയുമ്പോൾ നാട്ടുകാർ കാണട്ടെ ദേവന്റെ സ്വത്തിൽ എന്താണ് ഓഡിറ്റിംഗ്, അത് കോടതി തന്നെ നിശ്ചയിച്ചിരിക്കുന്നു. മാത്രമല്ല ഉടൻ FIR രജിസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന്റെ ഒരു സമയക്രമം എനിക്ക് തോന്നുന്നു ഇന്ന് തന്നെ ഒരു പക്ഷേ അങ്ങനെയെങ്കിൽ ഈ ദേവസ്വം ആവശ്യപ്പെട്ടേക്കാമല്ലേ? ദേവസ്വം ആവശ്യപ്പെടാം. അല്ല, വിജിലൻസ് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് ദേവസ്വത്തിനും കൊടുത്തിട്ടുണ്ടല്ലോ, ഈ അന്തിമ റിപ്പോർട്ട്. അതും സഹിതം പരാതിയായിട്ട് DGPക്ക് കൊടുക്കാനാണ്. അതിന്റെ പ്രൊസീജിയർ അങ്ങനെയാണ്. അതായത് ഒരു പരാതി വരണമല്ലോ കേസ് രജിസ്റ്റർ ചെയ്യാൻ. അപ്പോൾ ആ പരാതി, അതായത് FIS എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിന്റെ പരാതിയായിരിക്കും. ഒരു സംശയമാണ്. അതായത് ഈ 19 ഇതെല്ലാം നടക്കുമ്പോൾ ശരിക്കും ഇതെല്ലാം മോണിറ്റർ ചെയ്യേണ്ടതല്ലേ ദേവസ്വം വിജിലൻസ്? പിന്നെ അന്ന് അവർക്കൊരു വീഴ്ച പറ്റിയോ? കാരണം ഈ ഉദ്യോഗസ്ഥനെ, ഈ അന്നത്തെ കാലത്തെ ഉദ്യോഗസ്ഥനെ ഇതിൽ ഉൾപ്പെടുത്തുന്നതിൽ ചില കോണുകളിൽ നിന്ന് വിമർശനം ഉണ്ടാകാനുള്ള കാരണം അതുകൊണ്ടാണ്. അങ്ങനെ ചില ആക്ഷേപങ്ങൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അന്നത്തെ ദേവസ്വം വിജിലൻസ് അന്ന് ശരിക്കും പറഞ്ഞാൽ ഈ നമ്മളിപ്പോൾ 2025 ഇടപാടുകൾ നടക്കുമ്പോഴാണല്ലോ ഇതെല്ലാം അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ ഇതൊരാളും അറിയാതെ വളരെ സാധാരണ സംഭവം. കാരണം ഇവരത് അവരെ അന്ന് ഉണ്ടാക്കിയ പ്രതീതി എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത്, ഉദ്യോഗസ്ഥരായിട്ടൊക്കെ സംസാരിക്കാൻ ഞാൻ മനസ്സിലാക്കുന്നത്, ആദ്യം വാതിൽ കൊണ്ടുവച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി അങ്ങ് വലിയ ആളായി, ഒരു സ്പോൺസറായി മാറി. എന്നിട്ട് അദ്ദേഹം തന്നെ അവിടെ സാധാരണഗതി സംശയം തോന്നാവുന്ന ജീവനക്കാരുടെ അടുത്തൊക്കെ പറഞ്ഞത്, ഇവിടെ ഈ ദ്വാരപാലക ശില്പങ്ങളുടെ തങ്കത്തിന്റെ ആ ശില്പങ്ങളുടെ തിളക്കം പോയി നമുക്കത് ഗംഭീരമാക്കി കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടാണ് ഇവരെടുത്തോണ്ട് പോകുന്നത്. പക്ഷേ ഇക്കാര്യം ദേവസ്വം വിജിലൻസ് അറിഞ്ഞില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് ഞങ്ങളെ അറിയിച്ചില്ല എന്നുള്ളതാണ്. സാധാരണ ഈ കാര്യത്തിൽ പ്രത്യേകം കേസ് വേണോ എന്ന് SITക്ക് തീരുമാനിക്കാം. അതായത് ഈ അനുബന്ധമായിട്ട് കുറെ ഇനി പരിശോധനകൾ വരുമ്പോൾ പ്രത്യേക പല കേസുകൾ വന്നേക്കാം. ഇപ്പൊ തന്നെ ഒരു കാര്യം, ഇന്ന് അനന്തൻ പ്രശാന്ത് ഇന്ന് ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അവിടെ ഉണ്ടായിട്ടുള്ള യോഗതനുണ്ട്, ഒപ്പം ഈ രുദ്രാക്ഷം, ഈ 2 കാര്യത്തിൽ. അപ്പോൾ ഈ വിജയമല്യ സ്വർണം പൂശിയ ആ പാളികൾ കൂടാതെ മറ്റ് ഒരുപാട് സാമഗ്രികളും ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഉണ്ടോ? അപ്പോൾ പല കാര്യങ്ങൾ നമ്മൾ ഡോറുമായി ബന്ധപ്പെട്ട് നമ്മൾ സംശയങ്ങൾ പലതും നമ്മൾ പുറത്തേക്ക് വിട്ടുകയാണ്. ഡോറ് നമ്മൾ ആ വാതിൽ നമ്മൾ കൊണ്ടുപോയെന്ന് നമ്മൾ ഇവിടുന്ന് തെളിയിച്ച പ്രജീഷും ഹൈക്കോടതി ഇതെല്ലാം ശ്രദ്ധിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഇക്കാര്യത്തിലൊക്കെ പ്രത്യേകം ചില ഫോർജറി നടന്നിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ പ്രത്യേകം കേസായിരിക്കുമോ, അതല്ല ഇതിന്റെ കൂടെ തന്നെ ആയിരിക്കുമോ? അത് അന്വേഷണ സംഘത്തിന് തീരുമാനിക്കാമെന്നാണ് പറഞ്ഞത്. ഇത് അന്വേഷണം തുടങ്ങിയത്, വിജിലൻസും അന്വേഷണം തുടങ്ങിയത് പീഠം കണ്ടുപിടിക്കാനാണ്. പീഠം കണ്ടുപിടിക്കാനുള്ള അന്വേഷണത്തിൽ പീഠം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തി. അപ്പോഴാണ് ഇത് കള്ളന്മാരാണെന്ന് മനസ്സിലാകുന്നത്. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് ഇങ്ങനെ ഒരുപാട് സ്വർണ്ണമോഷണം നടന്ന് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ പിന്നെ വാതിൽ പോയിട്ടുണ്ട്, കട്ടള പോയിട്ടുണ്ട്, ദ്വാരപാലക ശില്പങ്ങൾ പോയിട്ടുണ്ട്. ഇപ്പോൾ യോഗദണ്ഡും രുദ്രാക്ഷമാലയും പുറത്തേക്ക് കൊണ്ടുവരുന്ന സംശയമുണ്ട്. പാത്രങ്ങൾ പോയിട്ടുണ്ടെന്നല്ല, പാത്രങ്ങളുടെ പേരിൽ തട്ടിപ്പ്. ഇത് എന്റെ എപ്പോഴും സംശയമാണ്. ഇതെല്ലാം തന്നെ സ്മാർട്ട് ക്രിയേഷൻ ആണോ കൈകാര്യം ചെയ്യുന്നത്? ഏതാ ഈ യോഗദണ്ഡിന്റെ ആണെങ്കിൽ അല്ല. യോഗദണ്ഡും ഈ രുദ്രാക്ഷവും വേറെയാണ്. പക്ഷെ ബാക്കിയെല്ലാം, അതായത് വാതില്, വാതിൽപ്പടി, പിന്നെ ദ്വാരപാലക ശില്പങ്ങളിലെ കവചങ്ങൾ. ഒരു കാര്യം, ഈ പങ്കജ് ഭണ്ഡാരി നൽകിയിട്ടുള്ള മൊഴി, അത്
വിശ്വസിക്കാൻ കഴിയുന്നതാണ്. കാരണം പങ്കജ് ഭണ്ഡാരി പറയുന്നത് എന്താണ്, 1 കിലോ സ്വർണം അതിൽ നിന്നും പൊളിച്ച് മാറ്റിയതിൽ 420 സംതിങ് അല്ലെ 420 ഗ്രാം ഉപയോഗിച്ചു. ബാക്കി 300 സംതിങ് പോറ്റിക്ക് കൊടുത്ത് 420 പണിക്കൂലിയായിട്ട് പോറ്റി കൊടുത്ത് 300 സംതിങ് തിരിച്ച് 320 പോറ്റിക്ക് 420 കൊടുത്തു, 320 ഭണ്ഡാരി എടുത്തു, ബാക്കി വന്നത് പൂശി. അപ്പൊ അതൊരു വിശ്വസനീയമായിട്ടുള്ള ഒരു മൊഴിയാണോ ഇത്? ദേവസ്വം വിജിലൻസ് വിശ്വസിക്കുമോ? ഇത് വിജിലൻസ് വിശ്വസിക്കുമോ എന്ന് ചോദിച്ചാൽ, കാരണം അതിനുശേഷമല്ലേ 2019 അവസാനം ദേവസ്വം ബോർഡിനോട് ഇദ്ദേഹം പറയുന്നത് കുറച്ച് സ്വർണം ബാക്കി ഇരിപ്പുണ്ട് എന്ന് പറയുമ്പോൾ ആ ബോർഡ് അത് വിശ്വസിക്കുകയാണ്. അത് ദേവസ്വം ബോർഡിന്റെ സ്വർണം അല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പൊ അതെല്ലാം തകിടം പറഞ്ഞിരിക്കുകയാണ്. കാരണം അവിടുന്ന് സ്വർണം പൊതിഞ്ഞ സ്വർണം കൂടിയാണിത്. ഇപ്പൊ ഇതിനകത്ത് നമ്മൾ ഇത്രയും ഇപ്പം പങ്കജ് ഭണ്ഡാരി വന്ന് ഇന്നലെ മൊഴി കൊടുക്കുകയാണ്. ഞങ്ങൾക്ക് കിട്ടിയത് ഒരു തനി തങ്കമുള്ള ചെമ്പുപാളിയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞു ഇതങ്ങ് ഉരുക്കിയിട്ട് ഇതിനകത്തുനിന്ന് സ്വർണം വേർതിരിച്ച് അയാൾക്ക് കൊടുക്കാൻ പറഞ്ഞു. അതിൽ ഇത്ര 420 ഗ്രാം സ്വർണം അയാൾക്ക് കൊടുത്തു, സ്വർണ്ണക്കട്ടിയാക്കി കൊടുത്തു. 320 ഞങ്ങൾ എടുത്തു, ബാക്കി കൊണ്ടുവന്ന ചെമ്പുപാളിയിൽ പൂശി അത് സന്നിധാനത്ത് പുതിയ പാളിയായിട്ട് കൊണ്ടുപോയി എന്നാണ്. ഇതാണോ സ്മാർട്ട് ക്രിയേഷൻ നേരത്തെ പറഞ്ഞത്? സ്മാർട്ട് ക്രിയേഷന്റെ അഭിഭാഷകൻ നമ്മളോട് പറഞ്ഞത് ഞങ്ങൾക്ക് ഉരുക്കുന്ന പരിപാടിയില്ല, മാത്രമല്ല പുതിയ പാളിയാണ് ഞങ്ങൾക്ക് അവിടെ കിട്ടിയത്. ഏതെങ്കിലും തരത്തിൽ മാത്രമേ ഏതെങ്കിലും ഒരു ക്ലാവ് പിടിക്കുകയോ അല്ലെങ്കിൽ മുൻപ് എന്തെങ്കിലും ഉപയോഗിക്കുകയോ ചെയ്ത ഒരു സാധനവും ഞങ്ങൾക്ക് അവിടെ ഉപയോഗിക്കാൻ കഴിയില്ല. സംശയത്തിലേക്ക് ഇനി ഒരു കാര്യം, ഇനി ഇങ്ങനെ ചെയ്യാനാണെങ്കിൽ ഈ പ്രോസസ്സാണ് ഇവർ ഉദ്ദേശിച്ചതെങ്കിൽ, അതായത് സന്നിധാനത്തിരുന്ന് ഒറിജിനൽ തങ്കപ്പാളി കൊണ്ടുപോയി ഉരുക്കി ഗോൾഡ് എടുത്തിട്ട് അതിൽ പങ്കുവെച്ചെടുത്ത് ബാക്കി കുറച്ച് എടുത്തിട്ട് പുതിയ സ്വർണം പൂശി കൊണ്ടുവരാനെന്നുള്ളതാണ് പദ്ധതിയെങ്കിൽ എന്തിനാണ് 39 ദിവസം ഉണ്ണികൃഷ്ണൻ പോറ്റി ബാംഗ്ലൂർ കൊണ്ടുവച്ചത്? എന്തിനാണ് 39 ദിവസം? അതിനുശേഷം ഹൈദരാബാദിൽ പോയി പുതിയ ചെമ്പുപാളി ഉണ്ടാക്കിയിട്ട് സ്മാർട്ട് ക്രിയേഷനിൽ പോകേണ്ടത് എന്താണ്? അതിപ്പോ അവിടെ ചെയ്താൽ പോരെ ഇതെല്ലാം? അപ്പോൾ അതല്ല, ആരെയോ രക്ഷിക്കാൻ വേണ്ടി പുതിയ കഥയുമായി ഇവർ വരുന്നു എന്നുള്ളതാണ്. ഒരു കാര്യം കൂടി കൂടി ചേർക്കാം. അതായത് ഈ സ്മാർട്ട് ക്രിയേഷനുമായിട്ടുള്ള ബന്ധവും ദേവസ്വം ബോർഡിന്റെ ബന്ധവും ശബരിമലയിൽ മാത്രമാണെന്ന് ധരിക്കരുത്. കാരണം ഈ ഇത്തവണത്തെ വിഷയം വന്നതിന് ശേഷം ദേവസ്വം സെക്രട്ടറി, തിരുവാഭരണ കമ്മീഷണർ ദേവസ്വം സെക്രട്ടറിക്ക് ഒരു കത്ത് കൊടുത്തു. ആ കത്തിൽ പറയുന്ന ഭാഗം ഞാൻ ഒന്ന് വായിക്കാം. ഈ 4/9/2019 മുതൽ 40 വർഷത്തെ കാലയളവിലേക്ക് വാറണ്ടി സർട്ടിഫിക്കറ്റ് ഈ സ്ഥാപനം നൽകിയിട്ടുണ്ട്. അത് സ്മാർട്ട് ക്രിയേഷൻ. ഇതേ സ്ഥാപനത്തിന് തന്നെയാണ് കടുതുരുത്തി, പാറശാല, നാവായിക്കുളം ക്ഷേത്രങ്ങളിലെ കൊടിപ്പറകൾ സ്വർണം പൂശാനുള്ള അനുമതി ദേവസ്വം ബോർഡ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഒരു ക്ഷേത്രത്തിൽ മാത്രം ഈ കൊള്ള ഒതുങ്ങുന്നില്ല. 2019 ഹൈക്കോടതി ലിസ്റ്റ് ചെയ്ത, അതായത് സ്വർണം പൂശാൻ ദേവസ്വം ബോർഡിന് അധികാരപ്പെടുത്തുന്ന കമ്പനികളുടെ കൂട്ടത്തിൽ സ്മാർട്ട് ക്രിയേഷൻസ് ഉണ്ട്. ഒരു ഉദ്യോഗസ്ഥൻ പങ്കുവച്ചൊരു അനുഭവം കൂടെ പറയാം. ഇവരുടെ ഒരു ഇടപാടുമായി ബന്ധപ്പെട്ട് ഈ പറയിലൊക്കെ ചെമ്പ് തെളിഞ്ഞപ്പോഴും കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ അതിന് തൊട്ടുമുമ്പത്തെ വർഷം കൊല്ലം ജില്ലയിലൊരു ക്ഷേത്രത്തിൽ സ്വർണം പൊതിയാൻ വേണ്ടി ഇതുപോലൊരു സ്പോൺസറുമായി സ്മാർട്ട് ക്രിയേഷൻസിൽ ഉദ്യോഗസ്ഥരാണ് പോയത്. അവിടെ ചെല്ലുമ്പോൾ ആ സ്വർണത്തിൽ തിരിമറി നടത്താൻ അവിടുത്തെ ജീവനക്കാർ ശ്രമിച്ചു എന്ന് പരാതി ഇവർ തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ തന്നെ ഒരു ഈ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ വെച്ച് തന്നെ ഇവരെ അട്ടിമറി നടത്താൻ ഈ സ്മാർട്ട് ക്രിയേഷൻസ് സംക്ഷിപ്ത രൂപം എന്ന നിലയിലേക്ക്, കാരണം ഒരു 6 ആഴ്ചത്തെ സമയമാണ് അനുവദിച്ചിരിക്കുന്നത്. ഓരോ 2 ആഴ്ച കൂടുമ്പോഴും നേരിട്ട് ഹൈക്കോടതിയുടെ മോണിറ്ററിംഗ് വരും. കേസ് വീണ്ടും പരിഗണിക്കുക, അതിന്റെ പുരോഗതി കോടതിയെ അറിയിക്കണം. സാധാരണ ഇനി അങ്ങനെയെങ്കിൽ കേസിന്റെ മുന്നോട്ട് പോക്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി 1ാം പ്രതിയാകാനുള്ള സാധ്യത, 2ാം പ്രതിയായിട്ട് ഒരുപക്ഷെ മുരാരി ബാബു വന്നേക്കാം. അങ്ങനെയെങ്കിൽ ഈ സ്മാർട്ട് ക്രിയേഷൻസ് പ്രതിയാകുമോ, അതല്ല മാപ്പ് സാക്ഷിയാകാനുള്ള സാധ്യതയുണ്ടോ? അവിടെയും കാര്യങ്ങൾ നിൽക്കുമോ? ബാക്കിയുള്ള ഉത്തരവാദികളായ വിരമിച്ച ഉദ്യോഗസ്ഥരുണ്ട്. ആ ഉദ്യോഗസ്ഥർക്ക് അപ്പുറത്തേക്ക് ഇതിനൊക്കെ നേതൃത്വം നൽകിയിരുന്ന ധാർമ്മിക ഉത്തരവാദിത്തത്തിന് അപ്പുറത്തേക്ക് ഒരു കോൺസ്പിറസിലേക്ക് വരുമ്പോൾ അവർക്കും പങ്കാളിത്തമുണ്ടോ? ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് എങ്ങനെയായിരിക്കാം ഈ വിഷയം രൂപപ്പെടുക? ഒരു ചുരുക്കം പറയാമായിരുന്നു. ഇതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഉറപ്പായിട്ടും പ്രതിയാകും എന്നുള്ള കാര്യം അറിയാം. മുരാരി ബാബുവും പ്രതിയാകാനുള്ള സാധ്യതയാണുള്ളത്. സ്മാർട്ട് ക്രിയേഷൻസ് ഇപ്പോൾ ഒരു മാപ്പുസാക്ഷി പരിവേഷം വരുത്താനാണ് നോക്കുന്നത്. ഞങ്ങൾക്ക് കൊണ്ടുവന്നത് അവർ പറഞ്ഞതുപോലെ ചെയ്തു കൊടുത്തതേ ഉള്ളൂ എന്ന് വരുത്താനാണ്. പക്ഷേ അങ്ങനെ അല്ല എന്നുള്ളത് എന്തായാലും ശാസ്ത്രീയമായ അന്വേഷണത്തിൽ തെളിയും. പിന്നെ ഒന്ന്, ചെമ്പ് എന്ന് പറഞ്ഞ് രേഖയുണ്ടാക്കിയവരും മഹസറുണ്ടാക്കിയവരും ഒക്കെ കാരണം കൺമുന്നിലിരുന്ന സ്വർണ്ണമാണ് ഇവർ ചെമ്പെന്ന് എഴുതി കൊടുത്തത്. അപ്പോൾ അവരൊക്കെ ആരോപണ സ്ഥാനത്താണ്. അവരൊക്കെ പ്രതികളാകാനുള്ള സാധ്യതയുമുണ്ട്. ഉദ്യോഗസ്ഥരടക്കം പ്രതിയാകാനുള്ള സാധ്യതയാണ്. ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിലും വ്യക്തമായി എഴുതിയിരിക്കുന്നത് ഉദ്യോഗസ്ഥ തലത്തിൽ ചില ഗൂഢാലോചനകളും ക്രമക്കേടുകളും ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടെന്നുള്ളത്. തീർച്ചയായും. ഇനി നമുക്ക് കൊച്ചിയിലേക്ക് കൂടി പോകാം.
ബിനിൽ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ബിനിൽ, ഉടൻ തന്നെ കോടതിയുടെ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പരാതി നൽകും ദേവസ്വം വിജിലൻസ് എന്നുള്ളതാണ്. ഏത് രീതിയിലൊരു പരാതിയായിരിക്കും അങ്ങനെ നൽകാൻ പോകുന്നത്? എന്താണിപ്പോൾ ഈ കോടതിക്ക് മുൻപിൽ നൽകിയ റിപ്പോർട്ട്, കോടതി നിർദ്ദേശം വെച്ചൊക്കെ ഏത് രീതിയിലുള്ള പരാതിയിലേക്കായിരിക്കും അങ്ങനെയെങ്കിൽ ദേവസ്വം വിജിലൻസ് പോയേക്കാൻ സാധ്യതയുള്ളത്? ബിനിൽ, പ്രതീക്ഷ, ഈ സ്വർണ്ണ തിരിമറിയിൽ പരാതി നൽകാൻ പോകുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ്. ദേവസ്വം ബോർഡിന് വേണ്ടി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കമ്മീഷണറാകും സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയ ആ പരാതിക്കൊപ്പം ഇപ്പോഴത്തെ വിജിലൻസ് റിപ്പോർട്ടും, അതായത് ദേവസ്വം ബോർഡിന്റെ ആഭ്യന്തര വിജിലൻസ് SP സുനിൽകുമാർ നടത്തിയിരിക്കുന്ന അന്വേഷണത്തിന്റെ ആ റിപ്പോർട്ട് കൂടി ഉൾപ്പെടുത്തിയായിരിക്കും സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകുക. പരാതി ഇന്ന് തന്നെ നൽകാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹൈക്കോടതി ഉത്തരവ് അല്പസമയത്തിനകം പുറത്തിറങ്ങും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ ഉത്തരവ് പുറത്തിറങ്ങിയാൽ ഉടൻ തന്നെ അതിനുള്ള തുടർ നടപടികളിലേക്ക് പോകാനാണ് ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കമ്മീഷണർക്ക് തന്നെ നിർദ്ദേശമുള്ളത്. അതുകൊണ്ട് ആ നിലയിലായിരിക്കും കാര്യങ്ങൾ പോകുക. സംസ്ഥാന പോലീസ് മേധാവിക്ക് ആ പരാതി കിട്ടിയാൽ ഉടൻ തന്നെ FIR രജിസ്റ്റർ ചെയ്യുക എന്നതാണ് ഇപ്പോഴത്തെ തീരുമാനം. ഇന്ന് വൈകിട്ടോടുകൂടി ഈ പരാതി ലഭിച്ചാൽ ഇന്ന് തന്നെ FIR രജിസ്റ്റർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നാളെ FIR രജിസ്റ്റർ ചെയ്യും. കാരണം FIR രജിസ്റ്റർ ചെയ്യാതെ ഇനി മുന്നോട്ട് പോയാൽ ഓരോ ദിവസം ചെല്ലുന്തോറും ഇതിലെ തെളിവുകൾ നശിപ്പിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ആ FIR രജിസ്റ്റർ ചെയ്യുക, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ എടുക്കുക, ആ രീതിയിലേക്ക് SIT മുന്നോട്ട് പോകാനുള്ള സാധ്യതയാണുള്ളത്. കാരണം ഈ കേസ് യഥാർത്ഥത്തിൽ ട്രാക്കിലായി കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. ദേവസ്വം വിജിലൻസ് ഇത് അന്വേഷിച്ച് ഇതിനെന്താണ് സംഭവിച്ചത് എന്നത് കണ്ടെത്തി ഒരു റിപ്പോർട്ടാക്കി മുന്നോട്ട് വച്ചിരിക്കുന്നു. ഇനി അതിലെ കൾപ്രിറ്റ്സിനെ, പ്രതികളെ പിടിക്കുക എന്നത് മാത്രമാണ് ഈ പുതിയ അന്വേഷണ സംഘത്തിന്, പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള ദൗത്യം. അതോടൊപ്പം തന്നെ ഇതിന്റെ ഗൂഢാലോചനയിൽ മറ്റാരെങ്കിലും പങ്കെടുത്തിട്ടുണ്ടോ എന്നതടക്കം കണ്ടെത്തുക എന്നതാണ് അവർക്ക് മുന്നിലുള്ള ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ കാര്യം. നേരത്തെ അനന്തകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ മഹസർ അത് പ്രധാനമാണ്. കാരണം ഈ ശ്രീകോവിലിന്റെ പടിയിലെ ചെമ്പുപാളി, അത് സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളിയായിരുന്നു. അതാണ് കട്ടിളപ്പടി. ആ കട്ടിളപ്പടി ചെമ്പാക്കി മാറ്റിയ ബിരുദന്മാർ കൂടി അവിടെയുണ്ട്. അത് നേരത്തെ ദ്വാരപാലക ശില്പത്തിൽ എന്താണോ ചെയ്തത് അത് തന്നെയാണ് ഈ കട്ടളപ്പടിയുടെ കാര്യത്തിലും ചെയ്തത്. ആ മഹസറിൽ ആരൊക്കെയാണ് ഒപ്പിട്ടിരിക്കുന്നത്, അവരുടെ പേര് വിവരങ്ങൾ ഇന്ന് ഹൈക്കോടതി ആ ഉത്തരവിൽ ചേർത്തിട്ടുണ്ട്. അത് വളരെ പ്രധാനമാണ്. കാരണം ആ മഹസറിൽ ഒപ്പിട്ടവർ സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളിയാണെന്ന് അറിഞ്ഞിട്ടും അത് വെറും ചെമ്പാണ് എന്ന് എഴുതി അടിയിൽ ഒപ്പിട്ട് കൊടുത്ത വലിയ ആളുകൾ സന്നിധാനത്തെ ഉണ്ട്. അതിൽ ഉദ്യോഗസ്ഥർ മാത്രമല്ല ഉള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉദ്യോഗസ്ഥ തലത്തിലും അതിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ട്, അതിന് മുകളിലും തട്ടിപ്പ് നടന്നിട്ടുണ്ട്. ആ മഹസറിൽ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. കാരണം വെച്ചാൽ ഉദ്യോഗസ്ഥർ മാത്രമല്ല, ഇതിപ്പോൾ വലിയ കോടതി തന്നെ ഇക്കാര്യത്തിൽ ഒരു കോൺസ്പിറസി നടന്നിട്ടുണ്ട്, തട്ടിപ്പ് നടന്നിട്ടുണ്ട്, സ്വർണ്ണക്കൊള്ള നടന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട അധികാരികൾക്ക്, കാരണം ഉദ്യോഗസ്ഥർ മാത്രമല്ലല്ലോ, ഉദ്യോഗസ്ഥരുടെ ഒരു കുത്തഴിഞ്ഞ ഒരു സംവിധാനം മാത്രമല്ലല്ലോ ഉള്ളത്. അവിടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുണ്ട്. ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ഉണ്ട്, നിലവിലെ പ്രസിഡന്റ്, മുൻ പ്രസിഡന്റുമാര്, അവിടുത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർമാർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാർ, ഈ വകുപ്പിന്റെ മന്ത്രിക്ക് പോലും ഈ ധാർമ്മികമായ ഉത്തരവാദിത്തം നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയില്ല. അങ്ങനെ കഴിയുമോ പ്രശാന്ത്? അങ്ങനെയെങ്കിൽ ഈ ബോർഡിന് നിലവിൽ തുടരാനുള്ള അർഹതയുണ്ടോ ധാർമ്മികമായി നോക്കുമ്പോൾ? ഈ ബോർഡ് പിടിച്ചു നിൽക്കുന്നത് തന്നെ ഈ സ്വർണ്ണപീഠം എന്ന വിഷയം വന്നപ്പോൾ സ്വർണ്ണപീഠം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിലേക്ക് വന്നു എന്നുള്ളത് കൊണ്ട് ഈ ബോർഡ് പിടിച്ചിരിക്കുന്നത് ഞങ്ങൾ ചെയ്ത ആകെ തെറ്റ് എന്നത് സ്പെഷ്യൽ കമ്മീഷണർ അറിയിക്കാതെ ഇത്തവണ ദ്വാരപാലക ശില്പം കോടതിക്ക് കൊടുത്തു. ക്ഷമിക്കണം, ഇവിടെ ചെന്നൈയിലേക്ക് കൊണ്ടുപോയി. പക്ഷേ ബാക്കി ഞങ്ങളെല്ലാം ഉദ്യോഗസ്ഥരുടെ കയ്യിൽ തന്നെയാണ് കൊടുത്തിട്ട് ബാക്കിയെല്ലാം 2019 ബോർഡിന്റെ കുറ്റമെന്ന് പറയുന്നത്. പക്ഷെ അതൊക്കെ പറയുമ്പോഴും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഒരു ബന്ധം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ബന്ധം ഒരുപാട് കാലമായി നീണ്ടുവരുന്നതാണ്. ഇപ്പോൾ 19 ഈ ബന്ധം അത്ര നല്ല ബന്ധമല്ല എന്നതുകൊണ്ട് തന്നെ ഈ ഇരിക്കുന്ന ബോർഡിനും അതിന്റെ പാവക്കറയിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല. കാരണം ഇവർക്കും ഒരു ഘട്ടത്തിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ടുള്ള ബന്ധം അവിടെ മുഖ്യമന്ത്രിയുടെ ഏറ്റവും ഒടുവിലത്തെ പ്രതികരണം എന്താണ്? അതായത് അയ്യപ്പ സംഗമം തകർക്കാനുള്ള ഗൂഢാലോചന. പക്ഷേ ഇവിടെ നമ്മുടെ മുന്നിൽ ഫാക്റ്റായി നിൽക്കുന്നത് സ്വർണം പോയി, സ്വർണം അവിടെയില്ല, അവിടെ വലിയ ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ട്, അവിടെ അവതാരങ്ങൾ കടന്നുകൂടിയിട്ടുണ്ട്. അപ്പോൾ ഈ വകുപ്പ് സർക്കാരിന് ഇതിൽ നിന്നും ഒഴിഞ്ഞ് ഇങ്ങനെ ഇത്തരത്തിലുള്ള തൊടിന്യായങ്ങൾ പറഞ്ഞ് മാറി നിൽക്കാൻ കഴിയുമോ? സർക്കാർ ഇതിനെ പ്രതിരോധിക്കുന്ന അയ്യപ്പ സംഗമത്തിനെതിരെയുള്ളൊരു നീക്കം ആയിട്ട് വ്യാഖ്യാനിച്ചുകൊണ്ടാണ്. അത് രാഷ്ട്രീയമാണ്. പക്ഷേ അവിടുത്തെ സത്യാവസ്ഥ
അവസ്ഥ അതല്ല. അവിടെ 2019 മുതൽ വലിയ സ്വർണ്ണക്കള്ള നടന്നു എന്നുള്ളതാണ്. അവരെ കൃത്യമായി കണ്ടെത്തി ആ SITയുടെ അന്വേഷണത്തിന് എല്ലാ സഹായവും സർക്കാർ ചെയ്ത് അത് ആ കള്ളന്മാരെല്ലാം പിടിച്ചുകൊണ്ടുവന്ന് നിയമത്തിന് മുന്നിൽ എത്തിച്ചാൽ അത് സർക്കാരിൻ്റെ കൂടി വിജയമാണെന്ന് പിന്നീട് അവകാശപ്പെടാൻ പറ്റും. അതുകൊണ്ട് ആത്മാർത്ഥമായി ഈ SITക്കൊപ്പം നിൽക്കാനുള്ള ഒരു നിലപാടാണ് സർക്കാർ കാണിക്കേണ്ടത്. വേറെ എനിക്ക് തോന്നുന്നില്ല രാഷ്ട്രീയമായ ആരോപണങ്ങൾ ഏറ്റവും പ്രധാനം ഈ വർഷം, അതായത് മണ്ഡലകാലത്തിന് 2 ദിവസം മുമ്പ് ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള ബോർഡിന്റെ ഭരണസമിതി തീരുകയാണ്. ഇപ്പോഴത്തെ കലുഷിതമായ സാഹചര്യത്തിൽ സർക്കാർ ഈ ബോർഡ് തുടരട്ടെ എന്നൊരു ഓർഡിനൻസ് ഇറക്കി ഇവർക്ക് നീട്ടിക്കൊടുക്കുമോ? അതാണ് മാത്രമല്ല ഇനി ഈ വരുന്ന മണ്ഡലകാലം നിർണായകമാണ് സർക്കാരിനെ സംബന്ധിച്ച്. ഏറ്റവും ഭംഗിയായി വൃശ്ചികം മുതൽ മകരം വരെ സീസൺ കൊണ്ടുപോകുക എന്നുള്ളത് ഈ സർക്കാരിന്റെ ലാസ്റ്റ് കാലം കൂടിയാണ്. എന്തായാലും അങ്ങനെ ഉരുത്തിരിഞ്ഞ് വന്ന കാർമേഘം പോലെയുള്ള ദുരൂഹതകളുടെ നൂലാമാലകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നിർണായക ഒരു പങ്ക് വഹിക്കാൻ മാതൃഭൂമി ന്യൂസിന് ആയി എന്നതിന്റെ ചാരിതാർത്ഥ്യം എടുത്തു പറയുകയാണ്. അത് പ്രത്യേകിച്ച് ശബരിമലയെ ബന്ധപ്പെട്ട് നമ്മളുടെ ഓരോരുത്തരുടെയും ഭക്തരുടെ, അത് ഏത് മതവിശ്വാസത്തിലാണെങ്കിലും അവർ അർപ്പിക്കുന്ന അവരുടെ വഴിപാടുകൾക്ക് അതിൻ്റെതായ നൈതികതയുണ്ട്. അത് കള്ളന്മാർക്ക് കട്ടുമുടിക്കാനുള്ളതല്ല. അവിടെയാണ് കോടതി വളരെ പ്രധാനപ്പെട്ട നിർണായകമായ ഒരു വഴിത്തിരിവായി മാറുകയും കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു അന്വേഷണം വിപുലപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള ഒരു ഉത്തരവ് ഇന്ന് ഈ ദിവസം പുറപ്പെടുവിക്കുകയും ചെയ്തത്.